ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് മീഡിയകളിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാവിലത്തെ ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 14 വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 18-ന്റെ 14-ാം വാക്യം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ പ്രത്യാശ നിറയപ്പെടുന്നതാകുന്നൊരു വാക്യമാണ്. യഹോവയായ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിൻ്റെ കൂടാരവാതിൽക്കൽ കൂടി കടന്നു പോകുന്ന സമയം മമ്രയുടെ തോപ്പിൽ തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വേലുറച്ചപ്പോൾ ഇരിക്കുന്ന അബ്രഹാം ഇതാ അപ്രതീക്ഷിതമായിട്ട് 3 ദൂതന്മാർ തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കിലൂടെ കടന്നു പോകുന്നു. അതിഥി സൽക്കാരപ്രിയനായ അബ്രഹാം ആ ദൂതന്മാരോടായി പറയുകയാണ്, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. അതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. അബ്രഹാമിനോട് യഹോവയായ ദൈവം അവിടെ പറയുകയാണ്, അബ്രഹാമിനെ വിളിച്ച് പിതാവായ ദൈവം പറയുകയുണ്ടായി, ഞാൻ നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഒരു സന്താനമില്ലാതെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന അബ്രഹാം ദീർഘനാളുകളായി. 100 വയസ്സായ അബ്രഹാം ഇപ്പോൾ 90 വയസ്സായ സാറ. ഈ അവസ്ഥയിൽ അവർ വളരെ വേദനയോടുകൂടി ആയിരിക്കുന്ന സമയത്ത്, നിരാശയോടുകൂടി ആയിരിക്കുന്ന സമയത്ത്, കാരണം അവർക്കിനി ഒരു പ്രതീക്ഷയില്ല ഒരു തലമുറ ഉണ്ടാകുമെന്ന്. കാരണം ഒരു ശിശു ജനിക്കത്തക്ക വിധത്തിൽ സ്ത്രീകളിൽ ഉണ്ടായിരിക്കേണ്ടതാകുന്ന ശാരീരികമായ ജീവശാസ്ത്രപരമായ യാതൊരുവിധമാകുന്ന കരുത്തും അപ്പോൾ തനിക്കില്ല. അപ്പം ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടുകൂടി ആയിരിക്കുന്ന ഈ അബ്രഹാമിൻ്റെ അടുക്കൽ ദൂതന്മാർ വന്ന് പറയുകയാണ്, അടുത്ത വർഷം നിനക്ക് ഒരു കുട്ടിയുണ്ടാവും, കുഞ്ഞുണ്ടാവും. സാറ ഇത് കേട്ടുകൊണ്ട് ചിരിക്കുന്നു. കാരണം ഇത് അസാധ്യമാകുന്ന കാര്യമാണ്. സാറ ഒരു പക്ഷേ ചിന്തിച്ച് കാണും, ഇതൊക്കെ എങ്ങനെ സാധിക്കും. പക്ഷെങ്കിൽ ദൈവത്തിന് സ്തോത്രം, സാറയുടെ ചിരി കണ്ട ദൂതന്മാർ പറയുകയാണ്, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ അബ്രഹാം ഒരു അതിഥി സൽക്കാരപ്രിയനായിരുന്നു. കാരണം ദൈവദൂതന്മാർ ഇപ്രകാരം ഒരു വാഗ്ദത്തം, ഒരു 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 അനുഗ്രഹത്തിൻ്റെ നിർദ്ദേശം കൊടുത്തിട്ട്, അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വാക്ക് കൊടുത്തിട്ട് പോകാൻ തക്കവണ്ണം അവർക്ക് അബ്രഹാമിനോടും സാറായോടും, കാരണം അവരതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ ജീവിത പ്രകാരം. എന്നാൽ വളരെ വൈകിയാണ്, ഒരു തലമുറകൾ ഉണ്ടാകാതെ വളരെ വൈകി. അതിൻ്റെ നിരാശയുണ്ട്. കാരണം ആശ നറ്റുപോയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെയും ജീവിതത്തിൽ പ്രകാരം ആശ അറ്റുപോയ സാഹചര്യങ്ങൾ നിരവധി 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 ഉണ്ട്. ഒരു പ്രതീക്ഷയുമില്ലാതായിരിക്കുന്ന അവസ്ഥകളുണ്ട്. എങ്കിലും ഭാരപ്പെടേണ്ട. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. സ്വർഗത്തിലെ ദൈവം ഊവ് എന്നും ഇല്ല ഇല്ല എന്നും മാത്രം പറയുന്നവനാണ്. ഒരു ദൈവശബ്ദം നീ കേട്ടിട്ടുണ്ട് എങ്കിൽ, ഒരു ദൈവാലോചന നീ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവാത്മാവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ, വാസ്തവമായിട്ടും ദൈവാത്മാവിൽ ഈ രാവിലെ സമയം ഞാൻ പറയട്ടെ, അത് സംഭവിക്കാതെ പോകുകയില്ല. കാലങ്ങളൊരല്പം വൈകിപ്പോയി എന്നിരിക്കാം. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്നിരിക്കാം. യാതൊരു സാധ്യതയ്ക്കും സാഹചര്യങ്ങളില്ല എന്നിരിക്കാം.
ജീവിതം മൊത്തം ഇരുളടഞ്ഞ അവസ്ഥയിൽ ഇനിയും പ്രതീക്ഷകൾക്കൊന്നും സാധ്യതയില്ല എന്ന് കരുതി ഒരുപക്ഷേ വലിയ രോഗത്തിൻ്റെതാകുന്ന പിടിയിൽ അകപ്പെട്ടായിരിക്കാം, വലിയ പ്രതികൂലങ്ങളായിരിക്കാം, സാമ്പത്തികമായിട്ട് ഇനിയും തലയുയർത്താൻ പറ്റുകയില്ല, അതുപോലെ കടക്കെണികളും പ്രയാസങ്ങളും ദാരിദ്ര്യത്തിലും അകപ്പെട്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എങ്കിൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്നൊരു വിട്ടുളവാക്കിയവനായ ഈ ഉലകത്തിൻ്റെ ഉടയനാകുന്ന ഉന്നതനായൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ വേദന അറിയുന്നു, നമ്മുടെ വേദന അറിയുന്നു, നമ്മുടെ ഭാരം അറിയുന്നു. അവൻ നമ്മളെ കടന്നു പോകുകയില്ല. നിശ്ചയമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, ഒരു തീരുമാനമെടുക്കുന്നുവോ? ദൈവമേ, എൻ്റെ അവസ്ഥയിൽ എനിക്ക് ഒരു മറുപടി തരണമേ. ദൈവമേ, എൻ്റെ അവസ്ഥയിൽ എനിക്കൊരു മാറ്റം തരണമേ. ദൈവമേ, എൻ്റെ അവസ്ഥയിൽ നീ എന്നെ കടന്നു പോകരുതേ. നിശ്ചയമായിട്ട് ദൈവത്തിന് മുൻപാകെ ഒരു സമർപ്പണം എടുക്കുമോ, ഒരു തീരുമാനമെടുക്കുമോ? അതേ, ദൈവത്തിന് വേണ്ടി തൻ്റെ ഭവനമൊന്ന് തുറക്കുമോ? ദൈവത്തിന് വേണ്ടി നിൻ്റെ ഹൃദയമൊന്ന് തുറക്കുമോ? ദൈവത്തിന് വേണ്ടി നീ ഒരു നിമിഷം മുട്ടുമടക്കുമോ? ദൈവത്തിന് വേണ്ടി നീ ഒരു നിമിഷം നിന്റെ കണ്ണുനീർ നിറയുമോ? ദൈവത്തിന് വേണ്ടി നീ ഒരു നിമിഷം തീരുമാനമെടുക്കുമോ? നിശ്ചയമായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കൈ കുറുതായി പോയിട്ടില്ല പ്രിയരെ. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലൊന്നിനും കുറവില്ല. ദൈവമെല്ലാം കൊണ്ട് സമൃദ്ധിയുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാതെ ഇരിക്കുന്നത് ദൈവത്തിനെ സ്വീകരിക്കേണ്ട വിധം നമ്മൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന് കൊടുക്കേണ്ടതാകുന്ന സ്ഥാനം കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന് കൊടുക്കേണ്ടത് മാന്യത കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന് കൊടുക്കേണ്ടതാകുന്ന വിലയും നിലയും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളൊരു തീരുമാനത്തോടു കൂടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീരുന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്നുള്ളതാകുന്ന വചനത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിശ്ചയമായിട്ട് അവൻ നമ്മളെ അനുഗ്രഹിക്കും. വിടുതലുകൾ നിശ്ചയമാണ്. അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കണ്ണുകളെ തുറക്കുമോ? അതെ, അതിശയങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രവൃത്തികളെ ആക്കുമോ? വീര്യപ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുമോ? നിശ്ചയമായിട്ടും യഹോവയായ ദൈവത്താൽ സാധിക്കും. ഇതൊരു പാഴ്വാക്കല്ല. ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തിൽ നേടിയെടുത്ത സത്യങ്ങളാണ്, നേടിയെടുത്ത വിടുതലുകളാണ്. ഇത് സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള, അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത ദൈവികമാകുന്ന വിടുതലുകൾ, ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ. നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ വൈദ്യുതി നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തരുവാൻ, സാറയ്ക്ക് യാതൊരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിലും ദൈവദൂതൻ ചോദിക്കുകയാണ്, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? അതെ, ഈ രാവിലെ സമയത്ത് ഞാൻ എൻ്റെ കേൾവിക്കാരോടായി ചോദിക്കുന്നു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിശ്ചയമായിട്ട് ദൈവം പ്രവർത്തിക്കും. ഒരുക്കപ്പെടാം, സമർപ്പിക്കാം, തീരുമാനമെടുക്കാം, ദൈവത്തിന് നിരപ്പ് പ്രാപിക്കാം, ശുദ്ധീകരണം പ്രാപിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. നമ്മുടെ ഉള്ളംകാൽ മുതൽ ഉച്ച ഉള്ളംകാൽ വരെയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുമാറാകട്ടെ. നമുക്കതിനു വേണ്ടി നമ്മളെ ഒരുക്കാം, നമ്മളെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.